ഒക്ടോബർ 7-ന് ശേഷമുള്ള ഗസയിലെ ഇസ്രായേൽ വംശഹത്യ 6 മാസം പിന്നിട്ടിരിക്കുന്നു. 13,000-ലധികം കുഞ്ഞുങ്ങളടക്കം നിരവധി പേർ ഇതിനകം കൊല്ലപ്പെട്ടു. ലോകരാജ്യങ്ങൾക്കൊന്നും ഇതുവരെ ഇസ്രായേലിൻ്റെ കയ്യിന് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അമേരിക്ക ആയുധങ്ങളും സാമ്പത്തിക സഹായവും നൽകുന്നത് തുടരുന്നു. പട്ടിണി ഇസ്രായേൽ ഒരു ആയുധമായി ഉപയോഗിക്കുകയാണ്. വിശന്നു മരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകാനെത്തിയ വേൾഡ് സെൻട്രൽ കിച്ചൻ്റെ 7 അന്താരാഷ്ട്ര സന്നദ്ധ പ്രവർത്തകരെ പോലും ഇസ്രായേൽ ബോംബിട്ട് കൊന്നു. ഈ യുദ്ധം ഇനിയും എത്ര നാൾ തുടരും? ഇങ്ങനെ നോക്കാം. ദേശാന്തരത്തിലേക്ക് സ്വാഗതം. ഇസ്രായേലിന് ആയുധവും സാമ്പത്തിക സഹായവും നൽകുന്നത് അമേരിക്ക എന്ന് നിർത്തുന്നു അന്നേ ദിവസം ഗസ യുദ്ധം അവസാനിക്കും. പക്ഷേ അമേരിക്കൻ സന്നദ്ധ സംഘടനയായ വേൾഡ് സെൻട്രൽ കിച്ചൻ്റെ 7 പ്രവർത്തകരെ ഇസ്രായേൽ കൊന്ന ദിവസം പോലും ഇസ്രായേലിന് അമേരിക്ക ആയുധം നൽകിയിട്ടുണ്ട്. 33,000-ലധികം മനുഷ്യരെയാണ് ഈ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ 6 മാസത്തിനിടെ കൊന്നൊടുക്കിയത്. ഇതിൽ 13,000-ലധികം പേർ കുട്ടികളാണ്. 3,000-ലേറെ കൂട്ടക്കൊലകളാണ് ഇസ്രായേൽ ഗസയിൽ നടത്തിയിട്ടുള്ളത്. കുഞ്ഞുങ്ങളുടെ ചോരയിൽ ആനന്ദം കണ്ടെത്തുകയായിരുന്നു ഇസ്രായേൽ. ആശുപത്രികളിൽ ഇൻക്യുബേറ്ററിൽ കഴിയുന്ന കുഞ്ഞുങ്ങളുടെ ഓക്സിജൻ വിച്ഛേദിച്ചാണ് ഇസ്രായേൽ യുദ്ധം ജയിക്കാൻ നോക്കിയത്. 17 ലക്ഷം മനുഷ്യർ അഭയാർത്ഥികളായി കഴിയുന്നു. 90% ജനങ്ങളുടെ പാർപ്പിടങ്ങളും ഇസ്രായേൽ തകർത്തു കളഞ്ഞു. വടക്കൻ ഗസയിൽ തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കിടയിൽ ഉറ്റവരുണ്ടോ എന്ന് നോക്കാൻ അവിടേക്ക് വരാൻ പോലും ഇസ്രായേൽ സമ്മതിക്കുന്നില്ല. അവരെ ഡ്രോൺ ഉപയോഗിച്ച് കൊല്ലുകയും ബുൾഡോസർ ഉപയോഗിച്ച് കുഴിച്ചുമൂടുകയും ചെയ്യുന്നു. ഗസയിലെ 1 ഇഞ്ച് ഭൂമി പോലും സുരക്ഷിതമല്ല. വെള്ളവും ഭക്ഷണവും വൈദ്യുതിയും വിച്ഛേദിച്ചാണ് ഇസ്രായേൽ യുദ്ധം തുടങ്ങിയത്. ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ കടുത്ത പട്ടിണിയിലായി. പോഷകാഹാരക്കുറവ് കാരണം നിരവധി കുഞ്ഞുങ്ങൾ ഇതിനകം മരിച്ചു. വിശുദ്ധ റമദാനിൽ പോലും ഭക്ഷണം സ്വീകരിക്കാൻ വരിനിന്ന നിരവധി പേരെ ഇസ്രായേൽ കൊന്നുകളഞ്ഞു. പക്ഷേ ഗസക്കാർ തോൽക്കാൻ തയ്യാറല്ല. ഈ യുദ്ധം 6 മാസം പിന്നിട്ടിട്ടും അവരുടെ നിശ്ചയദാർഢ്യത്തിന് ഒരു കുറവുമില്ല. അധിനിവേശ സേനയ്ക്കെതിരെ വിശ്വാസത്തിൻ്റെ കരുത്തിൽ അവസാന ശ്വാസം വരെ പൊരുതുമെന്ന് ചെറിയ കുട്ടികൾ പോലും പറയുന്നു. യുദ്ധം 6 മാസം പിന്നിടുമ്പോൾ ഇസ്രായേലിൻ്റെ യുദ്ധലക്ഷ്യങ്ങളൊന്നും അവർക്ക് നേടാനായിട്ടില്ല. 6 മാസം മുമ്പ് ഒക്ടോബർ 7-ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു യുദ്ധം തുടങ്ങുമ്പോൾ പറഞ്ഞത് ഹമാസിനെ പൂർണ്ണമായും IDF ഇല്ലാതാക്കും എന്നായിരുന്നു. പിന്നീട് 1 മാസം കഴിഞ്ഞ് നടത്തിയ പ്രസംഗത്തിൽ നെതന്യാഹു ഈ യുദ്ധത്തിൻ്റെ തൻ്റെ 3 ലക്ഷ്യങ്ങൾ അക്കമിട്ടു പറഞ്ഞു. 1. ഹമാസിനെ ഉന്മൂലനം ചെയ്യുക. 2. ബന്ദികളെ തിരികെ കൊണ്ടുവരിക. 3. ഗസ ഇനി ഇസ്രായേലിന് ഒരു ഭീഷണിയാകില്ല എന്ന് ഉറപ്പാക്കുക. പക്ഷേ യുദ്ധം 6 മാസം പിന്നിടുമ്പോഴും ഈ ലക്ഷ്യങ്ങളിൽ ഒന്നുപോലും നേടാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. യുദ്ധവിജയം കാണിക്കാൻ ഒരു വിക്ടറി ഇമേജും ഇസ്രായേലിന് കിട്ടിയില്ല. ഹമാസിന് ഗസയിൽ നേതൃത്വം നൽകുന്ന യഹിയ സിൻവാറിനെ വധിച്ച് അതിൻ്റെ ദൃശ്യങ്ങൾ കാണിച്ച് യുദ്ധം അവസാനിപ്പിക്കാനായിരുന്നു ഇസ്രായേലും അമേരിക്കയും കോപ്പ് കൂട്ടിയിരുന്നത്. പക്ഷേ സിൻവാർ എവിടെയെന്ന് കണ്ടെത്താൻ പോലും ഇസ്രായേലിന് കഴിഞ്ഞില്ല. എന്നു മാത്രമല്ല 100-ലധികം സൈനികരെ ഇസ്രായേലിന് നഷ്ടമാവുകയും ചെയ്തു. ആയിരക്കണക്കിന് സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പലരും മാനസിക രോഗികളായി. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ശനിയാഴ്ച ഖാൻ യൂനിസിലെ 14 ഇസ്രായേൽ സൈനികരെ കൊന്നു എന്ന് ഹമാസ് അവകാശപ്പെടുന്നു. ഇതിൽ 4 ആളുകളുടെ പേരും ചിത്രങ്ങളും ഇസ്രായേൽ സേന തന്നെ പുറത്തുവിട്ടു. ഹമാസിനെ ഇല്ലാതാക്കുക എന്നത് അപ്രായോഗികമാണ് എന്ന് ഇസ്രായേൽ ഇപ്പോൾ തിരിച്ചറിയുകയാണ്. IDFൻ്റെ ഇൻ്റലിജൻസ് വിഭാഗങ്ങൾ ഇപ്പോൾ യുദ്ധ ലക്ഷ്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ഹമാസിനെ ഇല്ലാതാക്കുക എന്ന കാര്യം പറയുന്നില്ല. ബന്ദികളെ മോചിപ്പിക്കാനും ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. 100-ലധികം ബന്ദികൾ ഇപ്പോഴും ഹമാസിൻ്റെ കൈകളിലാണ്. ഹമാസുമായി വെടിനിർത്തലിന് പോയാൽ അത് തോൽക്കുന്നതിന് സമാനമാണ് എന്നായിരുന്നു നെതന്യാഹു ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ താൽക്കാലിക വെടിനിർത്തലിന് ഇസ്രായേൽ സന്നദ്ധമായി. ഹമാസിന് ഗസയിൽ ഫലപ്രദമായി ഭരിക്കാൻ കഴിയില്ല എന്നുറപ്പാക്കുക എന്നത് മാത്രമാണ് ഈ യുദ്ധത്തിൻ്റെ ലക്ഷ്യമായി വെക്കാൻ പറ്റൂ എന്നാണ് ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം ഇപ്പോൾ കരുതുന്നത്. അതിന് ഇനി എത്ര കാലം നീണ്ടു നിൽക്കേണ്ടി വരും എന്ന ചോദ്യത്തിന് അവർ നൽകുന്ന ഉത്തരം ഈ വർഷം മുഴുവൻ വേണ്ടിവരും എന്നതാണ്. എന്നാൽ ബന്ദികളെ മുഴുവൻ മോചിപ്പിച്ചാൽ സൈനിക നടപടി അവസാനിപ്പിക്കാം എന്ന സൂചന ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ നൽകുന്നു. ഈ യുദ്ധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാര്യത്തിലും എങ്ങനെ അവസാനിപ്പിക്കണം എന്ന കാര്യത്തിലും ഇസ്രായേൽ മന്ത്രിസഭയ്ക്കുള്ളിൽ കടുത്ത ഭിന്നതയാണ് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യുദ്ധം അവസാനിച്ചാൽ തൊട്ടടുത്ത ദിവസം തന്നെ കസേര തെറിക്കുമെന്ന് ഉറപ്പുള്ള പ്രധാനമന്ത്രി നെതന്യാഹു പരമാവധി യുദ്ധം നീട്ടാനാണ് പരിശ്രമിക്കുന്നത്. എന്നാൽ യുദ്ധം നീണ്ടാൽ ഹമാസിൻ്റെ കൈകളിലുള്ള ബന്ദികളുടെ ജീവൻ അപകടത്തിലാകുമെന്ന് ബന്ധുക്കൾ ഭയക്കുന്നു. ബന്ദികളെ മോചിപ്പിക്കണമെന്നും നെതന്യാഹു ഉടൻ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസവും ലക്ഷങ്ങളാണ് ഇസ്രായേലിൻ്റെ വിവിധ തെരുവുകളിൽ ഇറങ്ങിയത്. യുദ്ധസമയത്തെ നെതന്യാഹുവിൻ്റെ പ്രവർത്തനങ്ങളിൽ 64% ഇസ്രായേലികളും അസംതൃപ്തരാണ്.
നെതന്യാഹു രാജിവെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്ന് യുദ്ധ ക്യാബിനറ്റിലെ ബെന്നി ഗാൻസ് തന്നെ പറയുകയുണ്ടായി. എന്നാൽ ഇസ്രായേൽ മന്ത്രിസഭയിലെ തീവ്ര വലതുപക്ഷം യുദ്ധം അവസാനിപ്പിക്കരുത് എന്ന നിലപാടിലാണ്. ഗസയിൽ നിന്ന് ഫലസ്തീനികളെ കുടിയൊഴിപ്പിച്ച് ജൂത കുടിയേറ്റത്തിന് സൗകര്യം ഒരുക്കണം എന്നാണ് സുരക്ഷാകാര്യമന്ത്രി ഇറ്റാമർ ബെൻഗിർ, ധനകാര്യമന്ത്രി ബസലോ സ്മോട്രിച്ച് തുടങ്ങിയവർ പറയുന്നത്. എന്നാൽ അമേരിക്കക്കും യൂറോപ്യൻ യൂണിയനും ഈ നിലപാടിനെ പിന്തുണക്കാൻ ധൈര്യമില്ല. ബൈഡൻ ഭരണകൂടത്തിൽ നിന്നും പഴയ പോലെ പിന്തുണ നെതന്യാഹുവിന് കിട്ടുന്നുമില്ല. UN രക്ഷാസമിതിയിലെ ഗസ വെടിനിർത്തൽ പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്തില്ല. വേൾഡ് സെൻട്രൽ കിച്ചന്റെ 7 സന്നദ്ധ പ്രവർത്തകരെ ഇസ്രായേൽ കൊന്ന ശേഷം UK-യും കാനഡയുമെല്ലാം നെതന്യാഹുവിനെതിരെ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഡമസ്കസിലെ ഇറാൻ എംബസി ഇസ്രായേൽ ആക്രമിച്ചതിനെ തുടർന്ന് തിരിച്ചടിക്കുമെന്ന് ഇറാനും ഭീഷണി മുഴക്കുകയാണ്. ഈ സാഹചര്യത്തിലാണിപ്പോൾ ഈജിപ്തിലെ കൈറോ കേന്ദ്രീകരിച്ച് വെടിനിർത്തൽ ചർച്ചകൾ സജീവമാകുന്നത്. വെടിനിർത്തലിനായി ഇസ്രായേലിന് മുമ്പിൽ ഹമാസ് അവരുടെ ഉപാധികൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഗസയുടെ നടുവിലൂടെ പോകുന്ന സലാഹുദ്ദീൻ റോഡിൻ്റെ നിയന്ത്രണങ്ങളിൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറണം എന്നാണ് ഹമാസ് പറയുന്നത്. ഇത് പലായനം ചെയ്ത വടക്കൻ ഗസക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങി വരാൻ അവസരമൊരുക്കും. ഈ ഘട്ടത്തിൽ ഇസ്രായേൽ ഫലസ്തീൻ തടവുകാരെ മോചിപ്പിച്ചാൽ വനിതാ സൈനികരായ ബന്ദികളെ ഹമാസ് മോചിപ്പിക്കും. രണ്ടാം ഘട്ടത്തിൽ പൂർണ്ണമായ വെടിനിർത്തൽ പ്രഖ്യാപിക്കണം എന്ന് ഹമാസ് നിർദ്ദേശിക്കുന്നു. യുദ്ധം നിർത്തിയാൽ ബന്ദികളിലെ സൈനികരെയെല്ലാം ഹമാസ് മോചിപ്പിക്കാൻ തയ്യാറാകും. അവസാന ഘട്ടത്തിൽ ഗസയിലെ ഉപരോധം ഇസ്രായേൽ അവസാനിപ്പിക്കണം. യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിച്ച് ഗസ പുനർനിർമ്മാണത്തിലുള്ള ശ്രമം അപ്പോൾ തുടങ്ങാനാകണമെന്നും ഹമാസ് വിശദീകരിക്കുന്നു. ഹമാസിൻ്റെ ഈ ഉപാധികൾ അംഗീകരിക്കാൻ അമേരിക്കയും ലോകരാജ്യങ്ങളും നെതന്യാഹുവിനുമേൽ എത്രമാത്രം സമ്മർദ്ദം ചെലുത്തുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഗസ യുദ്ധത്തിൻ്റെ ഭാവി.